ഇന്ന് നമുക്ക് കുറച്ച് GKയുടെ Q&A നോക്കാം. ഉജ്ജ്വല ശബ്ദാഢ്യൻ എന്ന് വിശേഷിക്കപ്പെട്ട കവി ഉള്ളൂർ. ലതാ മങ്കേഷ്കർ ആദ്യമായി പാടിയ മലയാള ചിത്രം നെല്ല്. 8 വീട്ടിൽ പിള്ളമാരെ വധിച്ച രാജാവ് മാർത്താണ്ഡവർമ്മ. കേരളത്തിലെ കന്നുകാലി വർഗത്തിലെ ഏറ്റവും വലിയ മൃഗം കാട്ടുപോത്ത്. എല്ലാ ആഹാരങ്ങളുടെയും പിതാവ് എന്നറിയപ്പെടുന്നത് അൽഫാൽഫ. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്ന രോഗം മാലക്കണ്ണ്. 1 പൗണ്ട് എത്ര കിലോഗ്രാം? 0.454. അധികാരത്തിലിരിക്കെ വധിക്കപ്പെട്ട ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഏറ്റവും വലിയ ഉൾക്കടൽ ഹഡ്സൺ ഉൾക്കടൽ. ഭൂമിയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളവയിൽ ഏറ്റവും വലിപ്പം കൂടിയ ജീവി നീലത്തിമിംഗിലം. ഏറ്റവും വലിയ പക്ഷി ഒട്ടകപ്പക്ഷി. ആസാമിലെ ഏറ്റവും നീളം കൂടിയ നദി ബ്രഹ്മപുത്ര. മഗ്സസെ അവാർഡ് ഇന്ത്യയിൽ നിന്നും ആദ്യമായി നേടിയ വനിത മദർ തെരേസ. ഏറ്റവും വലിയ പദസമ്പത്തുള്ള ഭാഷ ഇംഗ്ലീഷ്. മനുഷ്യൻ്റെ വലത്തെ ശ്വാസകോശത്തിൻ്റെ ശരാശരി ഭാരം 570 ഗ്രാം. പ്രാവി പ്രാവി പോകരുതേ എന്ന കവിത രചിച്ചത് ഉള്ളൂർ. കിങ് മേക്കർ എന്നറിയപ്പെട്ട തമിഴ് നേതാവ് കെ കാമരാജ്. ഭൂഖണ്ഡദ്വീപ് എന്നറിയപ്പെടുന്നത് ഓസ്ട്രേലിയ. കേരളത്തിലെ 1-ാം നിയമസഭയിലെ പ്രോട്ടം സ്പീക്കർ റോസമ്മ പുന്നൂസ്. അൽഫോൻസോ അൽബുക്കർക്ക് പോർച്ചുഗീസ് വൈസ്രോയി ഏത് വർഷത്തിൽ? AD 1509. ഏറ്റവും വലിയ ഫലം ചക്ക. 1946 ജൂണിൽ പീപ്പിൾ എഡ്യൂക്കേഷണൽ സൊസൈറ്റിക്ക് രൂപം നൽകിയത് BR അംബേദ്കർ. വയനാട്ടിലെ ആദ്യ ജലസേചന പദ്ധതി കാരാപ്പുഴ. കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ പക്ഷിസങ്കേതം കുമരകം. ആദ്യത്തെ ബഷീർ പുരസ്കാരത്തിന് അർഹനായത് കോവിലൻ. ശിവജിയുടെ മുഖ്യ സചിവൻ പേഷ്യ. ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷി സ്വിഫ്റ്റ്. വയലാറും ദേവരാജനും ഒരുമിച്ച ആദ്യ ചിത്രം ചതുരംഗം. ഉലുവയുടെ ജന്മദേശം മെഡിറ്ററേനിയൻ പ്രദേശം. അഗുൽഹസ് പ്രവാഹം ഏത് സമുദ്രത്തിലാണ്? ഇന്ത്യൻ മഹാസമുദ്രം. കാലിക്കറ്റ് സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ പ്രൊഫസർ MM ഗനി. ദേശ് നായക് എന്ന് വിശേഷിക്കപ്പെട്ട വ്യക്തി സുഭാഷ് ചന്ദ്രബോസ്. ഡക്ക്വർത്ത് ലൂയിസ് നിയമങ്ങൾ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. ഏറ്റവും വേഗത്തിലോടാൻ കഴിയുന്ന പക്ഷി ഒട്ടകപ്പക്ഷി. തേക്കടി വന്യജീവി സങ്കേതം 1934 സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ചിത്തിര തിരുനാൾ. മുലയൂട്ടൽ കാലത്ത് ഏറ്റവും ഭാരം കുറയുന്ന സസ്തനം നീലത്തിമിംഗിലം. അസുറൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ചെമ്പ്. ഏറ്റവും വേഗം കൂടിയ ഹൃദയമിടിപ്പുള്ള സസ്തനം ഷ്യൂ. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ കബനി ഭവാനി പമ്പാർ. പ്രസിദ്ധമായ ഗെറ്റിസ്ബർഗ് പ്രസംഗം നടത്തിയത് എബ്രഹാം ലിങ്കൺ. ദശകുമാരചരിതം കാവ്യദർശം എന്നീ കൃതികൾ രചിച്ചതാര്? ദണ്ഡി. ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന രാജ്യതലസ്ഥാനം റെയ്ക്ജാവിക്. പാപ്സ്മിയർ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗർഭാശയ ക്യാൻസർ. പിത്തരസം സംഭരിച്ചു വയ്ക്കുന്ന അവയവം ഗാൾ ബ്ലാഡർ. ഏറ്റവും വിഷം കൂടിയ പാമ്പ് രാജവെമ്പാല. വന്ദേമാതരം പ്രസിദ്ധീകരിച്ച വർഷം 1882. ഒരേ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളെ ബന്ധിപ്പിച്ച് ഭൂപടത്തിൽ കാണുന്ന രേഖകളാണ് ഐസോഹെൽ. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൻ്റെ പ്രത്യേകത ആദ്യമായി ചൂണ്ടിക്കാണിച്ചത് ഡോക്ടർ സലീം അലി. ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള മൂലകങ്ങൾ അറിയപ്പെടുന്ന പേര് ഐസോടോപ്പുകൾ. ഏറ്റവും വടക്ക് സ്ഥിതി ചെയ്യുന്ന യൂറോപ്യൻ രാഷ്ട്രം നോർവേ. ദക്ഷിണപൂർവേഷ്യയിലെ ഏക കരബദ്ധ രാജ്യം ലാവോസ്. ഏറ്റവും ഒടുവിലത്തെ ലോധി സുൽത്താൻ ഇബ്രാഹിം ലോധി. എക്സൈഡ് ഏത് ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട പേരാണ്? ബാറ്ററി. വേമ്പനാട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന ബണ്ട് തണ്ണീർമുക്കം. വേൾഡ് വൈഡ് ലൈഫ് ഫണ്ടിൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ നാണയം യൂറോ അല്ലാത്ത ഏക രാജ്യം സ്വീഡൻ. 1453 എവിടുത്തുകാരാണ് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്? തുർക്കി. ഭൂഗുരുത്വ ആകർഷണത്തോട് ചെടികൾ പ്രതികരിക്കുന്ന പ്രതിഭാസം ജിയോട്രോപിസം. കുമാരനാശാൻ എവിടെ വെച്ചാണ് വീണപ്പൂവ് രചിച്ചത്?
ജൈനിമേട്. ഏതു രാജ്യത്താണ് ഹഗിയ സോഫിയ? തുർക്കി. കേരളത്തിലെ കാശ്മീർ, ദക്ഷിണേന്ത്യയിലെ കാശ്മീർ എന്ന പേരുകളിൽ അറിയപ്പെടുന്ന സ്ഥലം മൂന്നാർ. രണ്ട് വൻകരകളിലായി സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ നഗരമായ ഇസ്താംബുൾ ഏത് രാജ്യത്താണ്? തുർക്കി. അഹമ്മദാബാദ് നഗരത്തിൻ്റെ പഴയ പേര് കർണാവതി. കശുവണ്ടി ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാർ. മലയാള വ്യാകരണം എഴുതിയ ആദ്യത്തെ ക്രിസ്ത്യൻ മിഷണറി ആഞ്ചലോ ഫ്രാൻസിസ് മൈത്രാൻ. താങ്ക് യു.